നമസ്കാരം. ഇന്ന് നമ്പറുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നതായ നമ്പറുകളിൽ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേതായ നമ്പർ 5555 ആണ്. രണ്ടാമത്തേതായ നമ്പർ 6666 ആകുന്നു. ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച്, പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഓം നമഃശിവായ എന്നോ ഇഷ്ടദേവതയുടെ നാമമോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 5555 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഈശ്വരാധീനം ഇവർക്ക് കൂടുതലായും ലഭിക്കുന്ന, വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കർമ്മഫലത്താൽ പലവിധ പ്രയാസങ്ങൾ ഇവർ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം. ഇവയെ മറികടന്ന് നിൽക്കുവാൻ ഒരു പരിധിവരെയെങ്കിലും സാധിക്കുന്നത് ഈശ്വരാനുഗ്രഹത്താൽ തന്നെയാകുന്നു. അതിനാൽ ആ ഈശ്വരാധീനം നിലനിർത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിത്യവും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. നേതൃസ്ഥാനങ്ങളിൽ പ്രത്യേകമായ കഴിവും ആദരവും ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ എന്നാൽ ജീവിതത്തിൽ നിന്നും ഒഴിയാതെ നിങ്ങളെ പിന്തുടരുന്നു എന്നത് വിഷമകരമായ ഒരു സാഹചര്യം തന്നെയാകുന്നു. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള നിങ്ങളുടെ ശ്രമം ഒരു പരിധിവരെയെങ്കിലും വിജയിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ധന ഇടപാടിനാൽ ശത്രുക്കൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ, ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത ഒരല്പം കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈശ്വരാരാധനയാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ പെട്ടെന്ന് മാറ്റുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈശ്വരാരാധനയാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന സാഹചര്യമാണ് വന്നു ചേരുക. എപ്പോഴും ചെറുതും വലുതുമായ സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരാധീനതകൾ നിങ്ങൾക്കുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഈശ്വരാധീനത്താൽ തരണം ചെയ്യുവാൻ സാധിക്കുകയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ചയും സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നവരായി നിങ്ങൾ മാറും. പലപ്പോഴും അധ്വാനിച്ച പണത്തേക്കാൾ ഭാഗ്യത്താൽ പണം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഭാഗ്യം അനുകൂലമാവുകയും തന്മൂലം ധനം ഇരട്ടിയായി സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ജീവിതത്തിൽ നിങ്ങൾക്ക് ആദ്യ സമയം കഷ്ടതകളും കൂടാതെ പിന്നീട് ഉയർച്ചയും സൗഭാഗ്യങ്ങളും വന്നു ചേരും. അതിനാൽ ആദ്യത്തെ ചില സമയങ്ങളിൽ തുടക്കത്തിലുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകണം എന്നില്ല. അല്ലെങ്കിൽ പലവിധ തിരിച്ചടികൾ ജീവിതത്തിൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാനും പിന്നീട് നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ധനപരമായ ഉയർച്ച, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ ഇഷ്ടം പെട്ടെന്ന് നേടുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങളിൽ നിന്നും സഹായം നേടിയ അല്ലെങ്കിൽ നിങ്ങൾ സഹായിച്ചതായ പല വ്യക്തികളും നിങ്ങൾക്കെതിരെ തിരിയുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ ജീവിതത്തിൽ നേരിട്ടവരോ അല്ലെങ്കിൽ നേരിടുവാൻ സാധ്യത ഉള്ളവരോ ആണ് എന്ന് നിസ്സംശയം പറയാം. കഴിയുന്നത്ര സഹായം എന്നിരുന്നാലും നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രവൃത്തി അത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും. അതിനുശേഷം സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾക്ക് സാധിക്കുന്നതായ സഹായങ്ങൾ ഏവർക്കും ചെയ്ത് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കണം. കുടുംബത്തിലെ കലഹങ്ങൾ, കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങൾ
മനസമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമായി തന്നെ മാറാം. കൂടാതെ നിങ്ങൾക്ക് പലപ്പോഴും കഴിവുകൾ ഉണ്ട് എങ്കിൽ പോലും ശോഭിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. കഴിവിന് അനുസൃതമായി തന്നെ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ നിങ്ങൾക്ക് ശത്രുക്കളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ഉപദ്രവിക്കുന്നവർക്ക് തിരിച്ചടികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അവർക്ക് പലവിധ തിരിച്ചടികൾ ഭാവിയിൽ വന്നു ചേരാം. വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. രണ്ടാമത്തെ നമ്പറായ 6666 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഈശ്വരാനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരുന്നതുമാണ്. പെട്ടെന്ന് തന്നെ ദൈവികമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നവർ കൂടിയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ദാമ്പത്യ ജീവിതത്തിൽ ചില തർക്കങ്ങൾ ഉടലെടുക്കുകയും അത് നിങ്ങളുടെ മനസമാധാനം തന്നെ നഷ്ടപ്പെടുത്തുന്നതായ സാഹചര്യം ജീവിതത്തിലേക്ക് കടന്നു വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കലഹങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാകാം. അതിനാൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അതിൽ നിങ്ങൾ വിജയിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സ്നേഹം പുറമെ കാണിക്കാത്തതിനാൽ പലതരം പ്രശ്നങ്ങൾക്കും സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. എന്നാൽ ഈ സമയം മനോബലം, ആത്മശക്തി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ ശക്തി 10 മടങ്ങായി വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ സമീപിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഭാഗ്യസമയം വന്നു ചേരുമ്പോൾ ഇത് പ്രകടമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഭാഗ്യസമയം ജീവിതത്തിലേക്ക് അടുക്കുമ്പോൾ ഇരട്ടി നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും. ഈ സമയം ഇവരെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും ഇവർക്ക് ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നൽകുവാൻ സാധിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഉയർച്ച വന്ന് ചേരാത്തതായ സാഹചര്യമുണ്ട്. ഇതിൽ മാറ്റങ്ങൾ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബുദ്ധിപരമായി നേട്ടങ്ങൾ കൊയ്യുവാനും ബുദ്ധിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ അഥവാ ബുദ്ധി വൈഭവത്താൽ തന്നെ കാര്യങ്ങൾ നീക്കുവാനും അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. കൂടാതെ ഈ സമയം വലിയ ഉയർച്ച ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. അല്ലെങ്കിൽ പ്രതികൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ, മറ്റുള്ളവർ പോലും അത്ഭുതത്തോടെ നോക്കുന്നതായ ചില കാര്യങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ അനായാസം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അത് ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴുമുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രധാനമായും ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു. അത് ഇഷ്ടദേവതയോ കുടുംബ ദേവതയോ ആകാം. അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ആ ദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. തീർച്ചയായും നിങ്ങൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട്. കാരണം ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ്. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ വീട് സ്വന്തമാക്കുവാൻ സാധിക്കും. വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പങ്കാളിയുടെ സാന്നിധ്യത്താൽ ധൈര്യം, ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ട്. പെട്ടെന്ന് തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും
സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. കർമ്മരംഗത്ത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും പെട്ടെന്നുള്ള ഒരു മാറ്റം പ്രകടമാകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായും നേട്ടം അല്പം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ്. ശരിയായ രീതിയിലുള്ള ചിന്തകൾ ഈ സമയം ആവശ്യമാകുന്നു. പോസിറ്റീവായ ചിന്തകൾ വളർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്.